ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സ്റ്റീംഡ് ആൻഡ് ഫ്രൈഡ് മോമോസ് ആണ്. അത് ഞാൻ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാവും. ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ച് വയ്ക്കാം. ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു 1/2 hour നമുക്കൊന്ന് മൂടി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഫില്ലിങ്ങിനുള്ളത് റെഡിയാക്കാം. അതിന് ഞാൻ 1/2 കിലോ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ബ്രസ്റ്റ് പീസാണ്. 1/2 കിലോ എടുത്തിട്ടുണ്ട്. പിന്നെ സവാള, ഒരു മീഡിയം സൈസ് സവാള ചെറുതായി കട്ട് ചെയ്തത്, ഗരം മസാല 1/4 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, പിന്നെ മല്ലിയില കുറച്ച്, 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത്, സോയാ സോസ് 1/2 ടേബിൾ സ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1/2 ടീസ്പൂൺ, പിന്നെ സ്പ്രിംഗ് ഓണിയൻ ഒരു 1/4 കപ്പോളം എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ബോൺലെസ് ചിക്കൻ ഒന്ന് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഞാൻ ചിക്കൻ ചോപ്പറിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. മിക്സിയുടെ ജാറിലിട്ടാലും മതിയാവും. ഇത് ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അതിലേക്ക് നമുക്ക് എടുത്തു വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയതായി കട്ട് ചെയ്ത് വെച്ച സവാള, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മുളക് പൊടി, സ്പ്രിംഗ് ഓണിയൻ, ഗരം മസാലപ്പൊടി, പെപ്പർ പൗഡർ, പച്ചമുളക് 2 ചെറിയതായിട്ട് പൊടിയായി അരിഞ്ഞതാണ്, പിന്നെ മല്ലിയില, കുറച്ച് മല്ലിയില നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഫോർക്ക് വെച്ച് മിക്സ് ചെയ്യുന്നതാവും നല്ലത്. കയ്യിലാവുമ്പോൾ അത് നല്ല ചിക്കൻ നന്നായി അരഞ്ഞിട്ടുള്ളത് കൊണ്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമ്മൾ ഫോർക്ക് വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അതിലേക്ക് എടുത്തു വെച്ച സോയാ സോസ്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതുകൂടിയിട്ട് നമുക്ക് ഫോർക്ക് വെച്ച് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുഴച്ച് വെച്ച മാവിന്ന് ഒരു വലിയ ബോളെടുത്ത് നല്ല തിന്നായിട്ട് പരത്തിയെടുക്കാം. ഇതുപോലെ പരത്തിയതിന് ശേഷം ഞാൻ ഇതുപോലെ റൗണ്ടായിട്ടുള്ളൊരു മൂടി വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ബോളുകൾ ഉണ്ടാക്കിയിട്ട് അത് ഇതുപോലെ ചെറുതാക്കി പരത്തിയെടുത്താലും മതിയാവും. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്, പിന്നെ എല്ലാം ഒരേ അളവിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വലുതാക്കി പരത്തിയിട്ട് ഇതുപോലെ ചെറിയ ഒരു മൂടി എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിതുപോലെ കട്ട് ചെയ്തെടുത്താലും മതിയാവും. അത് കുറച്ചും കൂടി എളുപ്പമാവും. ഇതിലേക്ക് നമുക്ക് ഫില്ലിംഗ് വെച്ചിട്ട് 2 സൈഡും ഇതുപോലെ പ്രസ് ചെയ്ത്, മിഡിലിൽ മാത്രം പ്രസ് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് 2 സൈഡും പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഇപ്പുറത്തെ സൈഡും മിഡിലിൽ പ്രസ് ചെയ്ത് 2 എഡ്ജുകൾ തമ്മിൽ പ്രസ് ചെയ്യാം. ഇത് ഞാൻ എളുപ്പത്തിലുള്ളൊരു ഫോൾഡിംഗ് ആണ് കാണിക്കുന്നത്. ഇതെല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഫോൾഡിംഗ് ആയതുകൊണ്ടാണ് ഞാനിത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഇത് കാണിക്കുന്നത്. ഒന്നുകൂടി ഞാൻ കാണിക്കാം. ഫില്ലിംഗ് വെച്ചിട്ട് നമുക്ക് മിഡിലിൽ ഒട്ടിക്കാം. അതിനുശേഷം അതിൻ്റെ മിഡിലും ഒട്ടിച്ചു കൊടുക്കാം.
പിന്നെ 2 എഡ്ജും ഇതുപോലെ പ്രസ് ചെയ്ത് എടുക്കാം. നല്ലപോലെ പ്രസ് ചെയ്ത് ഒട്ടിക്കണം, അല്ലെങ്കിൽ നമ്മൾ സ്റ്റീം ചെയ്യുമ്പോൾ ഇത് വിട്ടുപോരും. പിന്നെ എപ്പോഴും സ്റ്റീം ചെയ്യാൻ നമ്മൾ അകത്തി വെച്ചിട്ട് വേണം സ്റ്റീം ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എടുക്കുമ്പോൾ പൊട്ടിപ്പോരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ സ്റ്റീമറിലോ, ഞാനിപ്പോൾ ഒരു ഇഡ്ഡലി തട്ടിലാണ് എടുക്കുന്നത്, സ്റ്റീമർ ഉണ്ടെങ്കിൽ സ്റ്റീമർ യൂസ് ചെയ്താലും മതി. അതിൽ കുറച്ച് എണ്ണ തടവിയിട്ട് തമ്മിൽ മുട്ടാത്ത രീതിയിൽ നമുക്കിത് വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. പിന്നെ ചൂടാറിയതിന് ശേഷമാണ് നമ്മളിത് എടുക്കേണ്ടത്. ഇതിപ്പം തണുത്തതിന് ശേഷം നമുക്കിത് വന്ന് എടുക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവും. ഒരു 20 മിനിറ്റ്സോളം നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കണം. നമ്മുടെ സ്റ്റീംഡ് മോമോസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫില്ലിങ്, അതേ സെയിം ഫില്ലിങ് വെച്ച് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് എഡ്ജൊന്ന് നന്നായി പ്രസ് ചെയ്ത് ഒട്ടിക്കാം. അതിന് ശേഷം 2 എഡ്ജും ഇതുപോലെ ഫോൾഡ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതും ഞാൻ നല്ല സിമ്പിളായിട്ടുള്ളതാണ്, ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ സിമ്പിളായിട്ടുള്ളതാണ് കാണിക്കുന്നത്. ഇതുപോലെ ഞാൻ ഒരെണ്ണം കൂടിയും ഉണ്ടാക്കുന്നുണ്ട്. ഫോൾഡ് ചെയ്ത് നല്ലപോലെ ഒട്ടിച്ചിട്ട് രണ്ട് എഡ്ജും ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് നന്നായി പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഞാൻ ഒരു 5 മിനിറ്റ് സ്റ്റീം ചെയ്തിട്ടാണ്, ഇതുപോലെ തന്നെ സ്റ്റീമറിലോ ഇഡ്ഡലി തട്ടിലോ വെച്ച് എണ്ണ തടവിയിട്ട് അതിൽ വെച്ചൊന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ടാണ്. ഒരു 5 മിനിറ്റോളം സ്റ്റീം ചെയ്തെടുക്കണം. അതിന് ശേഷമാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ സമൂസക്കൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ ഹാർഡായി പോവും. ഇതിങ്ങനെ ഒരു 5 മിനിറ്റ് സ്റ്റീം ചെയ്തിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ നമുക്കൊന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പോൾ ഒരു 5 മിനിറ്റോളം സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് അത് ചൂടായതിന് ശേഷം അതിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. തിരിച്ചു മറിച്ചിട്ട് 2 സൈഡും ഒരേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് മോമോസും റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുന്നു പ്രതീക്ഷിക്കുന്നു. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.